ചിങ്ങമാസം തുടങ്ങി. ഇനി എല്ലാവരും അങ്ങോട്ട് ഓണത്തിൻ്റെ തയ്യാറെടുപ്പിലായിരിക്കുമല്ലോ. ഈ ചിങ്ങമാസത്തിൽ നമുക്ക് കുറച്ച് ഓണം സ്പെഷ്യൽ വിഭവങ്ങൾ ഉണ്ടാക്കാം. ഞാനിവിടെ ഇഞ്ചിമ്പുളിയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. ഇത് കുറച്ച് നാൾ മുന്നേ ഉണ്ടാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്ന ഒരു വിഭവമാണ്. സോ വെൽക്കം ടു നമ്മുടെ സ്വന്തം ബെഞ്ച് അഡ്വഞ്ചേഴ്സ്. ദിസ് ഇസ് ഭവി ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട് കുക്കിംഗ്. ഇഞ്ചിമ്പുളിക്ക് വേണ്ടി ഞാനിവിടെ ഒരു 150 ഗ്രാം ഇഞ്ചി, 5 പച്ചമുളക്, 6-7 വറ്റൽമുളകും, 3 അച്ച് ശർക്കരയും, കുറച്ച് കറിവേപ്പിലയും, ഒരു കൈപ്പിടി പുളിയും അല്ലെങ്കിൽ ഒരു 70 ഗ്രാം പുളിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഇഞ്ചി നമുക്ക് തൊലി കളഞ്ഞ് നന്നായി ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം. പച്ചമുളക് നമുക്ക് നന്നായി ചെറുതാക്കി അരിഞ്ഞെടുക്കാം. പുളി കുതിരാൻ വേണ്ടി നമ്മുടെ പുളിയിലോട്ട് 1 കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെക്കാം. ശർക്കര പാനിയാക്കാൻ വേണ്ടി ഒരു ബൗളിലോട്ട് ശർക്കര എടുത്ത് അതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് ചൂടാക്കാൻ വെക്കാം. നമ്മുടെ ശർക്കര അലിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി ഇതെടുക്കാം. നമ്മൾ നേരത്തെ കുതിരാൻ വെച്ച പുളി ഒന്ന് പിഴിഞ്ഞെടുക്കാം. നമുക്ക് അടി കട്ടിയുള്ള ഒരു പാത്രത്തിലോട്ട് 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വറക്കാം. ഈ ഒരു പാകത്തിൽ നമുക്ക് പച്ചമുളക് ഇടാം. നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് വറക്കാം. ഇതിലോട്ട് നമുക്ക് ഒരു 4 വറ്റൽമുളകും കുറച്ച് വേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഈ ഒരു പാകത്തിൽ നമുക്ക് തീ സിമ്മിലോട്ട് ഇട്ട് മസാലപ്പൊടികൾ ഇടാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ കായം, ഉലുവപ്പൊടി 1/4 ടീസ്പൂൺ, എല്ലാം ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. മസാല ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് പിഴിഞ്ഞു വെച്ച പുളി ഒന്ന് ഒഴിക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇടാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ശർക്കര പാനി ഒന്ന് അരിച്ചൊഴിക്കാം. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇത് ഇരിക്കും തോറും കുറുകി വരും. ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചിമ്പുളി താളിക്കാൻ വേണ്ടി ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുക് പൊട്ടി കഴിയുമ്പോൾ 3-4 വറ്റൽമുളകും വേപ്പിലയും ഇട്ടൊന്ന് താളിച്ചെടുക്കാം. നമുക്ക് ഇഞ്ചിമ്പുളിയുടെ മുകളിലോട്ട് ഇത് ഒഴിക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിമ്പുളി സെർവ് ചെയ്യാൻ വേണ്ടി ഒരു ബൗളിലോട്ട് മാറ്റാം. അടിപൊളി. ഇഞ്ചിമ്പുളി പെട്ടെന്നൊന്നും കേടാവത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നേരത്തെ ഉണ്ടാക്കി ഓണത്തിന് ഉപയോഗിക്കാവുന്നതാണ്. കൂടുതൽ ഓണക്കറികളുമായി ഞാൻ വീണ്ടും വരാം. ബെഞ്ച് അഡ്വഞ്ചേഴ്സ്.